സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കിയതും വിലവർധനയുമാണ് സംസ്ഥാനത്തെ പാചകവാതക വിതരണം സ്തംഭിക്കാൻ കാരണം. സബ്സിഡി തുകയിലെ നികുതി ഒഴിവാക്കുമെന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപനവും ആശയക്കുഴപ്പത്തിന് ആക്കം കൂട്ടി. നേരത്തെ തന്നെ ബുക്ക് ചെയ്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ പലയിടങ്ങളിലും കാലതാമസം അനുഭവപ്പെടുന്നുണ്ട്. പുതിയ തീരുമാനങ്ങൾ കൂടി വന്നതോടെ പാചകവാതക വിതരണം താറുമാറായി. പലയിടങ്ങളിലും ഉപഭോക്താക്കളും ഗ്യാസ് ഏജൻസി ജീവനക്കാരും തമ്മിലുള്ള പരസ്യമായ വാക്കേറ്റങ്ങൾക്ക് ഇത് കാരണമായി. ഉപഭോക്താക്കളുടെ പ്രതിഷേധം ഭയന്ന് പലയിടങ്ങളിലും ഗ്യാസ് ഏജൻസികൾക്ക് ഷട്ടർ വീണു. സംസ്ഥാനത്തെ ഗ്യാസ് ഏജൻസികളിൽ 5.5 ലക്ഷത്തോളം സിലിണ്ടറുകളാണ് വിതരണം നടത്താനാവാതെ കെട്ടിക്കിടക്കുന്നത്. ഇതുമൂലം പുതിയ ഓർഡറുകൾ ഏജൻസികൾ നൽകുന്നില്ല. ഇതാണ് ഉദയംപേരൂർ പാരിപ്പള്ളി പ്ലാന്റുകളുടെ പ്രവർത്തനം താളം തെറ്റിച്ചത്. ഏജൻസികളിൽ നിന്ന് പുതിയ ഓർഡർ ലഭിക്കാതെ ബോർഡ് ലിങ്ക് നടത്തേണ്ടെന്നാണ് പ്ലാന്റ് അധികൃതരുടെ തീരുമാനം. ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്താത്തവർക്ക് 2 മാസം കൂടി സബ്സിഡി നിരക്കിൽ സിലിണ്ടർ നൽകുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെങ്കിലും ഇപ്പോഴുണ്ടായ പ്രതിസന്ധി വരും ദിവസങ്ങളിലും പാചകവാതക വിതരണം താറുമാറാക്കുമെന്നുറപ്പാണ്. ജയേഷ് രാഘവൻ, മീഡിയ 1, കൊച്ചി. സിലിണ്ടർ വിതരണത്തിൽ 2 മാറ്റങ്ങളാണ് ഇന്നു മുതൽ ഏജൻസികൾ വരുത്തേണ്ടത്. ഉയർന്ന വില ഈടാക്കണം, ആധാർ ബന്ധിപ്പിച്ചവർക്ക് മാത്രം സബ്സിഡി സിലിണ്ടർ നൽകണം. എന്നാൽ ഇതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ സിലിണ്ടർ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ് ഏജൻസികൾ. നമ്മുടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പം 11 മണി കഴിഞ്ഞിട്ട് ഏത് സമയവും പുതിയ പാച്ച് വന്ന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള ഒരു വിവരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇൻസ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞ് സോഫ്റ്റ്വെയർ മാറിയാലേ അടുത്ത് സപ്ലൈ നടക്കുന്നു. സിലിണ്ടർ വാങ്ങാനെത്തിയ ജനങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നറിയാതെ വലഞ്ഞു. ഞങ്ങൾ കേസിന് വന്നപ്പം കേസ് ഇവിടെ ഇഷ്യൂ ചെയ്യില്ല. ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് റിപ്പോർട്ട് കിട്ടണം. ഈ റിപ്പോർട്ട് ആരാണ് കൊടുക്കുന്നത് ആർക്കും ഒരു അറിവുമില്ല. പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക. സർക്കാർ വീരപ്പമൊയ്ലി പറയുന്നത് വില കൂട്ടിയെന്നാണ്, ഉമ്മൻചാണ്ടി പറയുന്നു വില കൂട്ടിയില്ല എന്ന്. ഇത് ആര് പറയുന്നതാണ് ജനങ്ങൾ വിശ്വസിക്കുക? സബ്സിഡി ഉള്ളവർക്കും ഉയർന്ന വില നൽകേണ്ടി വരുന്നതും ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. ഞങ്ങൾ 1500 രൂപ കൊടുത്ത് ഞങ്ങൾ എങ്ങനെ ഈ ഗ്യാസ് എടുക്കും? ഞങ്ങൾക്ക് 500 രൂപ പോലും ഗ്യാസ് കൊണ്ടുവന്നാൽ ഉടനെ തന്നെ കയ്യിലെടുക്കാനുള്ള യാതൊരു നിവൃത്തിയും ഞങ്ങൾക്കില്ല. പുതിയ തീരുമാനങ്ങളുടെ അവ്യക്തത പാചക വിതരണം താറുമാറാക്കി. വില കൂടിയ ഗ്യാസ് സിലിണ്ടർ വിതരണവും ആധാർ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിതരണവും ആശയക്കുഴപ്പത്തിലാക്കിയത് വിതരണക്കാരെ മാത്രമല്ല ഉപഭോക്താക്കളെ കൂടിയാണ്. ഒരു സിലിണ്ടർ പോലും വിൽക്കാൻ കഴിയാതെ വിതരണക്കാരും വാങ്ങാൻ കഴിയാതെ ഉപഭോക്താക്കളും വലയുകയാണ്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലാഴിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.